ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സമൂസ ബോക്സിൻ്റെ റെസിപ്പിയാണ്. ഇത് സമൂസ ഷീറ്റ് വെച്ചിട്ടുണ്ടാക്കുന്ന നല്ലൊരു ക്രിസ്പി സ്നാക്കാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇതിന് നമുക്ക് സമൂസ ബോക്സ് എന്നോ ചീസ് ബോക്സ് എന്നൊക്കെ പറയാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇഫ്താർ സ്നാക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനിവിടെ ഒരു ഉള്ളി വഴറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫെറ്റ ചീസാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. ഫെറ്റ ചീസ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫെറ്റ ചീസ് ഇല്ല എന്നുണ്ടെങ്കിൽ പനീർ വെച്ചിട്ട് ഇത് ചെയ്യുക, ഇല്ലെങ്കിൽ ഇറച്ചിയുടെ അതുപോലെ തന്നെ വെജിറ്റബിളിൻ്റെ ഒക്കെ ഫില്ലിങ് വെച്ചിട്ട് ഇത് ചെയ്യുക കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചീസ് കിട്ടുന്നവരാണെങ്കിൽ ചീസ് വെച്ചിട്ട് ചെയ്യുക, അതാണ് കുറച്ചും കൂടെ നല്ല ടേസ്റ്റ്. ഇനി ഇതിലേക്ക് ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. ചെറിയ ജീരകം വറുത്ത് പൊടിച്ചിട്ടുള്ള പൊടിയാണ് കേട്ടോ. ഇത് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. കുരുമുളക് പൊടി നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർക്കുക. വേറെ സ്പൈസസ് ഒന്നും നമ്മൾ ചേർക്കണില്ല കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനത്തെ ഒന്നും ചേർക്കണില്ല. എന്നിട്ടിത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ഉപ്പിൻ്റെ ആവശ്യമില്ല, ചീസിൽ ഓൾറെഡി ഉപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫെറ്റ ചീസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പനീർ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ പനീർ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ഫില്ലിങ് വെച്ചിട്ടും ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ തേങ്ങയും പഞ്ചസാരയും നട്ട്സൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു ഫില്ലിങ് ഉണ്ടാക്കിയിട്ടും ഇത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ചെയ്യുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഞാനൊരു മുട്ട കുറച്ച് പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് മുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു ലൂസാക്കിയിട്ട് നന്നായിട്ടൊന്ന് കലക്കി വെക്കുക. നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. ഞാനിപ്പോൾ ഇവിടെ റസ്ക് പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് സാധാരണ ബ്രെഡ് ബ്ലെൻഡറിൽ ഇട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. ഇനി സമൂസൻ്റെ ഷീറ്റ് ഇതുപോലെ 2 ഷീറ്റ് എടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു ഭാഗത്ത് അതിൻ്റെ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കുക. അപ്പോൾ ചീസ് ഫില്ലിംഗ് ആണ് നമ്മൾ റെഡിയാക്കിയത്, അതാണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഈ ഷീറ്റ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് മടക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ പേപ്പറൊക്കെ വെച്ചിട്ട് സ്പ്രിങ്ങൊക്കെ എടുക്കുന്ന പോലെ തന്നെയാണ്. ഇനി ആ ഭാഗത്തേക്ക് മടക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഫില്ലിങ് കവർ ചെയ്യുന്ന രീതിയിൽ 2 ഭാഗത്തേക്കും ആക്കിയിട്ട് സമൂസ ഷീറ്റ് നന്നായിട്ട് മടക്കിയെടുക്കുക. എന്നിട്ട് ബാലൻസ് വരുന്ന ഭാഗം നമുക്ക് അതിൻ്റെ ഉൾഭാഗത്തേക്കൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ സമൂസ ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് നമ്മൾ ഇങ്ങനെ മടക്കാതെ നമുക്ക് ഒട്ടിച്ചെടുക്കുന്ന എങ്ങനെയൊന്നും കൂടെ ഒന്ന് കാണിക്കാം. ഇതുപോലെ തന്നെ 2 ഷീറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി 2 ഭാഗത്തേക്കും ആക്കിയിട്ട് നമ്മൾ അത് മടക്കിയെടുക്കുക, നേരത്തെ ചെയ്ത പോലെ തന്നെ. അപ്പോൾ ഇനി നമ്മൾ ബാലൻസ് വരുന്ന ഭാഗം നമ്മൾ മൈദ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് പശ പോലെ ആക്കിയിട്ടൊന്ന് തേച്ചിട്ട് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്താലും മതി കേട്ടോ. ഇനി അങ്ങനെ മടക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഇതുപോലെ ഒട്ടിച്ചെടുത്താലും മതി. അപ്പോൾ 2 ആയാലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ബാക്കിയുള്ള ഷീറ്റൊക്കെ നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഫില്ലിങ് തീരുന്നത് വരെ നമുക്കിതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് അളവൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് എത്രണ്ണം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഫില്ലിങ് കൂടുതലായിട്ട് ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് ഇതുപോലെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ബാക്കി വരുന്ന ഭാഗം ഇതുപോലെ ഫോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പശ തേച്ചിട്ട് ഒട്ടിച്ചാൽ മതി. അപ്പോൾ ഇതിൽ എണ്ണയൊന്നും കയറില്ല കേട്ടോ ഉൾഭാഗത്തേക്ക്. നമ്മൾ മുട്ടയുടെ ആ ഒരു ഇതിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ നമ്മൾ റോൾ ചെയ്തിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഡയറക്റ്റ് എണ്ണയിലിടുമ്പോഴാണെങ്കിൽ ഇങ്ങനെ ഹോളുണ്ടെങ്കിൽ ആ ഭാഗത്തേക്കൊക്കെ എണ്ണ കയറും. അപ്പോൾ അതിന് നമ്മൾ ഒട്ടിച്ചു കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഇതിന് അതിൻ്റെ ആവശ്യമില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. അപ്പോൾ ബാക്കിയുള്ളതും നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ സമൂസയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ആ ഷീറ്റ് വെച്ചിട്ട് ഇടയ്ക്ക് ഇതുപോലെ ഓരോ വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ നേരത്തെ സമൂസ ഷീറ്റ് വെച്ചിട്ട് ഒരു റോൾ ഉണ്ടാക്കിയത് കാണിച്ചിട്ടുണ്ടായിരുന്നു, ക്രിസ്പി റോള്. ഇപ്പോൾ വെജിറ്റബിൾസിൻ്റെ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ആ ഒരു റെസിപ്പി കൂടെ കണ്ടു നോക്കുക. ഇനി നമുക്ക് ഇടയ്ക്ക് വെച്ചിട്ടുള്ള ഓരോ ബോക്സ് മുട്ടയുടെ ഒരു മിക്സിൽ മുക്കിയെടുത്തിട്ട് ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക. ഇനി ബ്രെഡ് ക്രംസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓട്സ് ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് അതിലും മുക്കിയിട്ട് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. എല്ലാ ബോക്സും നമുക്കിതുപോലെ തന്നെ മുട്ടയുടെ ആ ഒരു മിക്സിലൊന്ന് മുക്കിയെടുത്തിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. വളരെ ഈസിയാണ് കേട്ടോ, ഒരു ബുദ്ധിമുട്ടുമില്ല. ചീസൊക്കെ ആകുമ്പോൾ നമുക്ക് വഴറ്റാൻ ഒന്നിനും
ഇതില്ല, ഒരു ഉള്ളി വഴറ്റിയെടുക്കേണ്ട ടൈം മാത്രം മതി. ഇനി നിങ്ങൾ സമൂസയുടെ അതേ സെയിം ഫില്ലിങ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഈ ചീസ് ഇല്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ചെയ്യാതിരിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ തേങ്ങയുടെ ഫില്ലിങ് വെച്ചെടുത്താൽ മതി, എന്നാലും നല്ല ടേസ്റ്റാണ്. ഇത് നമുക്ക് ചൂടായ ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ചൂടായിട്ടുള്ള ഓയിൽ തന്നെ വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. ഒരു ഭാഗം റെഡി ആവുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ടിട്ട് രണ്ട് ഭാഗം ഒന്ന് ഫ്രൈ ആക്കിയിട്ട് ഓയിലിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. സാധാരണ സമൂസ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണല്ലോ. അപ്പോൾ ഇത് ഒന്നുകൂടെ ആ ഒരു നമ്മളെ ബ്രെഡ് ക്രംസിൻ്റെ ആ ഒരു കോട്ടിങ്ങും കൂടെ ഉള്ളതുകൊണ്ട് നല്ല ക്രിസ്പായിരിക്കും. അപ്പോൾ ഒരു എക്സ്ട്രാ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും, നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത് കേട്ടോ. മറ്റ് വീഡിയോസൊക്കെ ടൈം കിട്ടുമ്പോൾ കാണാൻ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക, അതൊന്നും നിങ്ങൾ മറക്കല്ലേ. അപ്പോൾ എല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സമൂസ ബോക്സാണ് കേട്ടോ. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.